ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചീര പക്കാവടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, അതുപോലെ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന്. ആദ്യം തന്നെ ഒരു സവോള നമുക്കിതുപോലെ നീളത്തിലാക്കിയിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കറിവേപ്പില, ഒരു തണ്ട് കറിവേപ്പില ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് ഞാനൊരു 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഞാനൊരു ബൗൾ ചീര ഇട്ട് കൊടുക്കുകയാണ്. ചീര ചെറുതായി അരിഞ്ഞത്. ഇപ്പോൾ പച്ചച്ചീര ആയാലും ചുവന്ന ചീര ആയാലും ഒന്നും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് വേണ്ടത് കടലമാവാണ്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ കടലമാവാണ് എടുക്കുന്നത്. കടലമാവ് ഒരുപാട് കടലമാവിൻ്റെ ആവശ്യമില്ല, കുറച്ച് മതിയാവും. ഇനി ഇതിലേക്ക് അരിപ്പൊടി വേണം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു മണത്തിനായിട്ട് കുറച്ച് കായംപൊടി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു കായംപൊടി മതിയാവും. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് വെള്ളം ചേർക്കാതെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. വെള്ളം കൂടിപ്പോകാനായിട്ട് പാടില്ല. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഞാനിതിൽ സോഡാപ്പൊടി ഒന്നും ചേർക്കണില്ല. നമ്മളിത് കുഴച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നേരെ ഇതെടുത്ത് വെളിച്ചെണ്ണയിലിട്ട് വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിനി ഇത് വറുത്തെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ വറുത്തെടുക്കാനായിട്ട് ഒരു പാൻ വെച്ച് നന്നായി ചൂടാകുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇത് മുങ്ങി കിടക്കണം എന്നൊന്നുമില്ല, നമുക്ക് മറിച്ചിട്ടിട്ട് വറുത്തെടുത്താലും മതിയാകും. അതുകൊണ്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. മുങ്ങി കിടക്കുന്ന അത്ര ഓയിൽ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഓയിൽ നന്നായി ചൂടാകുമ്പോൾ നമുക്ക് ഓരോ ടീസ്പൂൺ കൊണ്ട് ഇതുപോലെ കുറേശ്ശെ കോരിയെടുത്തിട്ട് നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് വേണ്ട, കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളൊക്കെ വേഗം വെന്ത് കിട്ടുള്ളൂ. പിന്നെ നല്ല വലുപ്പമായിട്ട് കഴിക്കുന്നേക്കാൾ നല്ലത് നമുക്കിങ്ങനെ ചെറിയ പീസുകൾ സോസിലൊക്കെ മുക്കി കഴിക്കാനായിട്ടായിരിക്കും ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ നിങ്ങൾക്ക് വലിയ പീസുകളാക്കിയിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ വലിയ ടീസ്പൂണുകളാക്കിയിട്ട് കോരിയിട്ട് കൊടുക്കാൻ കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ ചെറിയ ടീസ്പൂണിൽ ചെറുതാക്കി ഇങ്ങനെ കോരിയിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഈ പക്കാവടയ്ക്ക് പ്രത്യേകിച്ച് ഷേപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്കിപ്പോൾ കൈ കൊണ്ട് ഉരുട്ടിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രത്യേകിച്ച് ഷേപ്പ് ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് പക്കാവട കാണാനൊരു ഭംഗി ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതിയാവും. പിന്നെ നമ്മൾ തീ നന്നായി കൂട്ടി വെച്ചിട്ട് വേണം നമ്മൾ ഈ മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി എല്ലാം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ തീ ഒന്ന് മീഡിയത്തിൽ വെക്കുക. അപ്പോൾ കടലമാവായ കാരണം വേഗം കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊന്ന് മീഡിയത്തിൽ വെച്ചിട്ട് ഇത് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ പക്കാവടയുടെ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാലും ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ബാക്കി മറ്റേ ഭാഗം വറുത്തെടുത്താൽ മതിയാവും. അല്ലെങ്കിൽ ഉൾഭാഗം നമുക്ക് വെന്ത് കിട്ടില്ല. അപ്പോൾ നമ്മൾ ചെറിയ പീസുകളാക്കി ഇട്ട കാരണം അധികം സമയം എടുക്കില്ല നമുക്കിത് വറുത്തെടുക്കാനായിട്ട്. വലിയ പീസുകളായിട്ട് ഇടുമ്പോൾ കുറച്ചും കൂടി സമയം കൂടുതലായിട്ട് എടുക്കും. ഇപ്പോൾ നമ്മുടെ പക്കാവടയുടെ 2 ഭാഗവും റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഉൾഭാഗം എല്ലാം വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. എണ്ണയിൽ നിന്ന് കോരിയെടുക്കുന്ന സമയത്ത് നമ്മൾ തീ നന്നായി കൂട്ടി വയ്ക്കുക. അപ്പോൾ എണ്ണ പലഹാരത്തിൽ അധികം എണ്ണ കുടിക്കില്ല. ഇപ്പോൾ നമ്മുടെ ചീര പക്കാവട റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള മാവും കൂടി നമുക്ക് ഇതേപോലെ വറുത്തെടുക്കാം. എണ്ണയിൽ കോരിയിട്ട് വറുത്തെടുക്കാം. അപ്പോൾ തീ നന്നായി കൂട്ടി വയ്ക്കുക. എന്നിട്ട് മാവ് ഇടുക. അതിന് ശേഷം മാവുകളെല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇത് വറുത്തെടുക്കുക. 2 ഭാഗവും മാറി വറുത്തെടുക്കുക. അതിന് ശേഷം തീ നന്നായി കൂട്ടി വെച്ചിട്ട് തന്നെ വറുത്ത് കോരിയെടുക്കുക. അപ്പോൾ നമ്മുടെ ചീര പക്കാവട റെഡിയായി. ഇത് ടൊമാറ്റോ സോസിൻ്റെ കൂടെ അല്ലെങ്കിൽ നല്ല ചമ്മന്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചായയുടെ കൂടെ തന്നെ ആയാലും നമുക്കിത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. അതുപോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.